സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ കുറേ ഭാഗങ്ങൾ ആനന്ദത്തെക്കുറിച്ചും, അതായത് ദേവിയെ സ്തുതിക്കുന്നതിലുള്ള ആനന്ദത്തെക്കുറിച്ചും, അതിൽ പിന്നീടുള്ള ഭാഗങ്ങൾ ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണനയുമാണുള്ളത്. മറിച്ച് ശിവാനന്ദ ലഹരിയിൽ ശിവൻ, ശങ്കരാചാര്യ സ്വാമികൾ യഥാർത്ഥത്തിൽ ഒരു ഭക്തനാണ്. ആ ഭക്തി, ശിവനോടുള്ള യഥാർത്ഥ ഭക്തി എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു കൃതിയാണ് ശിവാനന്ദ ലഹരി. മാത്രമല്ല, സൗന്ദര്യലഹരിയിലും ശിവാനന്ദ ലഹരിയിലും ഒരേപോലെ ശിവപാർവതിമാരെയാണ് സ്തുതിക്കുന്നത്. സൗന്ദര്യലഹരിയിൽ ഒരു ശ്ലോകമുണ്ട്: മഹീം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദിമരുതമാകാശമുപരി സകലമപി ഭിത്വാ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ എന്നൊരു ശ്ലോകം സൗന്ദര്യലഹരിയിലുണ്ട്. ആ സൗന്ദര്യലഹരി, ആ ശ്ലോകത്തിന്റെ സാരാംശം എന്ന് പറയുന്നത്, മൂലാധാരത്തിൽ ഭൂമിയും, ഭൂമി എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, ആ പഞ്ചേന്ദ്രിയങ്ങളിലെ ഭൂമിയും, മണിപൂരത്തില്, അതായത് മണിപൂരം എന്ന് പറയുന്നത് നമ്മുടെ മുൻഭാഗമാണ്, ആ മണിപൂരത്തില് ജലവും, നാഭിയില് അഗ്നിയും, ഹൃദയഭാഗത്ത് വായുവും, കണ്ഠഭാഗത്ത് ആകാശവും, നമ്മുടെ നെറ്റിക്കണ്ണിൽ മനോഭിഭ്രൂമധ്യേ, അതായത് നെറ്റിക്കണ്ണിൽ മനസ്സും, ഇതിത്രയും സ്ഥാനങ്ങൾ കടന്ന് സഹസ്രാര പത്മത്തിലെത്തിയിട്ട് സകലമഭിഭിത്വാ സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ എന്നാണ്. എന്ന് പറഞ്ഞാൽ 6 ചക്രങ്ങളും കടന്നു വന്നിട്ട് സഹസ്രാര പത്മത്തിൽ പതിയോടുകൂടി രണ്ടുപേരും, അതായത് ശിവഭഗവാനും ശിവദേവിയും ഒരുമിച്ച് വിലസുന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ സാരാംശം. അപ്പോൾ ശിവനെ സ്തുതിച്ചാൽ പാർവതിയുണ്ട്, പാർവതിയെ സ്തുതിച്ചാൽ ശിവനും അവിടെയുണ്ട്. അതുപോലെ തന്നെ ശിവാനന്ദ ലഹരിയിലെ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഇതാണ്: കലാഭ്യാം ചൂടാലം കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതു വേ ശിവാഭ്യാം അസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതീരീയം. അപ്പോൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരെ സ്തുതിക്കുന്ന കൃതിയാണ് ശിവാനന്ദ ലഹരി. അപ്പോൾ രണ്ടിലും ശിവനെ സ്തുതിക്കുമ്പോൾ പാർവതിയുണ്ട്, പാർവതിയെ സ്തുതിക്കുമ്പോൾ ശിവനുമുണ്ട്. അതുപോലെ സൗന്ദര്യ ലഹരിയിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശിവൻ ശക്തിയോടുകൂടി ചേർന്നാൽ മാത്രമേ പ്രഭവിക്കുന്നതിന്, എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് സന്നദ്ധനാവുകയുള്ളൂ, അല്ലെങ്കിൽ സൃഷ്ടിക്ക് ശക്തനാവുകയുള്ളൂ, ഇല്ലെങ്കിൽ ശക്തിയില്ലാത്തവനായി തീരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ശക്തിയോടുകൂടി ചേരുമ്പോൾ മാത്രമേ ശിവൻ സമ്പുഷ്ടനാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ശിവാനന്ദ ലഹരി തിരഞ്ഞെടുത്തത്. സൗന്ദര്യ ലഹരി വർണ്ണിച്ചാലും ശിവാനന്ദ ലഹരി തന്നെ, ശിവാനന്ദ ലഹരി വർണ്ണിച്ചാലും സൗന്ദര്യ ലഹരി തന്നെ.